ഹലോ ഡോക്ടർ അബ്ദുൽ സലാം ഉമർ വിത്ത് യു. ഒരിക്കൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഒരു ഫാമിലി ഒരു കൗമാരക്കാരനെയും കൊണ്ടുവന്നു. അവൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ അവനെ സ്കൂളിൽ എന്തോ അവൻ സ്വയം പുകയ്ക്കുകയും അവൻ്റെ ഒപ്പമുള്ള കുട്ടികൾക്കൊക്കെ പുകപ്പിക്കുകയും ചെയ്ത ഒരു പ്രശ്നത്തിൽ സ്കൂളിൽ നിന്ന് പിടിച്ച് പ്രശ്നമായി പാരൻസിനെ വിളിച്ച് അങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവനെക്കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ അവൻ്റെ അമ്മ ഇങ്ങനെ അച്ഛനോട് കൂടെ അപ്പം ഇത് ഞാനൊന്നും നോക്കത്തില്ലെന്നേ, ഇത് ഞാനെ കൊണ്ട് ഒരു ഉപകാരമല്ല, ഒരു മണുങ്ങന, ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കത്തില്ല, ഒരു മണുങ്ങനാന്നേ, എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അച്ഛനെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ കുട്ടിയായിട്ട് പ്രൈവറ്റായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, സാറേ അച്ഛൻ പാവാ, അമ്മ എപ്പോഴും അച്ഛനെ ഷൗട്ട് ചെയ്യും, അച്ഛനെ ഒതുക്കിയിരിക്കുക, എന്നെയും ഷൗട്ട് ചെയ്യും, ഒരു സമാധാനം ആ വീട്ടിൽ തരത്തില്ല, ഒരു സമാധാനം. എനിക്ക് വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിപ്പോയാൽ മതി, ഞാനൊരു +2 കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ സാറേ, ഒരു സമാധാനം എനിക്ക് തരുന്നില്ല, അങ്ങനെയാണ് ഞാൻ ഇതിലൊക്കെ പോയി പെട്ടത് എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഒരു പാരഡോക്സും കൂടി ഇതിൽ പറയാനുണ്ട്. അതായത് ചില വീടുകളിൽ ഇപ്പം നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നാൽ ചില സ്ത്രീകളെ കാണാം, അവർ ഒരു 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 പൊതുവെ ഒരു സ്ത്രൈന്യതയുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ എന്തായാലും പറയാം, നമ്മൾ ഫെമിനിസം എന്നൊക്കെ പറഞ്ഞല്ല, ഈ പുരുഷനെ നമ്മൾ അടക്കി ഭരിക്കാനുള്ള ശ്രമം നടത്തും. നമ്മൾ ഷൗട്ട് ചെയ്യും, നമ്മൾ അടക്കി, അങ്ങനെ ഷൗട്ട് ചെയ്ത് അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാതിരിക്കും. അങ്ങനെ അയാൾ പിന്നീട് ബഹുമാനം കിട്ടുന്നില്ല, എന്താണ് പറയുക, അംഗീകാരം കിട്ടുന്നില്ല, അപ്രിഷിയേഷൻ കിട്ടുന്നില്ല, അതൊന്നും കിട്ടാത്തതിൻ്റെ പേരിൽ അയാൾ ഒതുങ്ങി സൈലൻ്റായി അങ്ങ് മാറും. ഈ സൈലൻ്റ് ആയ ആളെ നമ്മൾ തന്നെ ശ്രമിച്ച് നമ്മൾ തന്നെ ഒതുക്കി, ആൾ പുലിയായിരുന്നു, നമ്മൾ ഒതുക്കി അടിച്ചൊതുക്കിയതാട്ടോ. ഈ സൈലൻ്റ് ആയ ആളെ നമുക്ക് തന്നെ പറ്റത്തില്ല, പിന്നെ നമ്മൾ പറയും ഇയാൾ മണങ്ങനാണ്. അപ്പം ഞാനും ചോദിച്ചാൽ അച്ഛൻ ഇങ്ങനെയായിരുന്നു ആദ്യം, അല്ല അച്ഛൻ ഉഷാറായിരുന്നു, അച്ഛൻ ഈ അമ്മ ഷൗട്ട് ചെയ്ത് ഒതുക്കിയതാണെന്ന്. ചുരുക്കി പറഞ്ഞാൽ ഏത് വീട്ടിലാണോ ഇത്തരം അമ്മ ഷൗട്ട് ചെയ്യുന്ന അച്ഛനുള്ളത്, അല്ലെങ്കിൽ അച്ഛൻ ഷൗട്ട് ചെയ്യുന്ന അമ്മയുള്ളത്, ആ വീടിൻ്റെ ഒരു പ്രശ്നം അവിടുത്തെ സമാധാനമില്ലായ്മ കൊണ്ട് തന്നെ അവിടുത്തെ കുട്ടികൾ നാളെ അച്ഛനെയും അമ്മയെയും അനുസരിക്കാത്ത കുട്ടികളായി വളരുന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, അവർ സമൂഹത്തിന് ഭയങ്കര ഡേഞ്ചറാണ്. അവർ പോയിട്ട് ടയറിൻ്റെ കാറ്റ് വയ്ക്കും, അവർ പോയിട്ട് പിന്നെ വണ്ടി പങ്ക്ചറാക്കും, അവർ പോയിട്ട് എവിടെയെങ്കിലും കല്ലെറിയും, അവർ പോയിട്ട് സ്കൂളിൽ അലമ്പ് കാണിക്കും. അങ്ങനെ സമൂഹത്തിൽ വരുന്ന മിക്കവാറും എല്ലാ അലമ്പിനും ഇത്തരമൊരു ഹിസ്റ്ററി പലപ്പോഴും കാണാറുണ്ട്, എപ്പോഴും നല്ല പലപ്പോഴും കാണാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ദമ്പതികൾ തമ്മിൽ ആ മ്യൂച്വൽ റെസ്പെക്റ്റ്, മ്യൂച്വൽ അംഗീകാരം, മ്യൂച്വൽ റെസ്പെക്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ അടുത്ത തലമുറക്ക് കൈമാറുന്ന നമ്മളെ കുട്ടികളില്ലേ, അത് ആ സമൂഹത്തിന് വലിയ ഭീഷണിയായിരിക്കും. മക്കളെ മുമ്പെന്ന് ദമ്പതികൾ എന്തുകൊണ്ട് ഷൗട്ട് ചെയ്യാൻ പാടില്ല എന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരു ഉദാഹരണത്തിന് അമ്മ അച്ഛനെ ഷൗട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടികളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കയറും അച്ഛൻ ഒരു ബഹുമാനിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അനുസരിക്കപ്പെടേണ്ട ആളല്ല എന്നുള്ളത് കുട്ടികൾക്ക് തോന്നും. 1. 2, അവരുടെ ഹീറോയാണ് അവരുടെ അച്ഛൻ, അവരുടെ ഹീറോ ആണ് അവരുടെ അമ്മ. അവരുടെ ഹീറോയെ അവരുടെ മുമ്പിൽ വെച്ച് അപമാനിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. ആ അപമാനിക്കപ്പെടുന്ന ആളെയും ഇഷ്ടമില്ലാതാവും, അപമാനിക്കുന്ന ആളെയും ഇഷ്ടമില്ലാതാവും. അതുകൊണ്ടാണ് അമ്മയും അച്ഛനെയും അനുസരിക്കാത്ത കുട്ടികളായി കുട്ടികൾ മാറുന്നത്.